താലി. രചന അവതരണം നന്ദു അച്ചു കൃഷ്ണ. ശ്രീയും സ്നേഹയും ഗാർഡനിൽ തന്നെ ഇരിക്കുകയാണ്. നേരം ഇത്രയും കഴിഞ്ഞിട്ടും രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. ഒരാൾ മറ്റൊരാൾക്ക് അവസരം നീട്ടുമ്പോലൊരു മൗനമായ ഏറ്റുമുട്ടൽ. അവസാനം സ്നേഹ തന്റെ തുടക്കമിട്ടു. ഞാൻ ശാന്തനുവിനെ ഒരുപാട് തവണ വിളിച്ചിരുന്നു. ഞാൻ കണ്ടിരുന്നു. എന്നിട്ടും എടുക്കണമെന്ന് തോന്നിയില്ലേ? മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒപ്പമില്ലെന്നറിയുന്ന ഒരാളെ കേൾക്കണമെന്ന് എന്തോ തോന്നിയില്ല. എന്നിരുന്നാലും ഒരിക്കൽ പരിചയമുള്ള ഒരാളെന്ന രീതിയിലെങ്കിലും ഒന്ന് കേൾക്കാമെന്ന് ചിന്തിച്ചില്ലേ? ചില കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഒരുപാട് ചിന്തിച്ചതിന്റെ ഫലമാണല്ലോ ഇപ്പൊ എന്റെ മുന്നിൽ. ഇരുന്ന കസേരയിൽ നിന്നും എഴുന്നേറ്റ് ശ്രീ മുന്നിലേക്ക് അല്പം നടന്ന് അവൾക്ക് അഭിമുഖമായി നിന്നുകൊണ്ടായിരുന്നു ചോദ്യങ്ങളത്രയും. ശാന്തനു, എനിക്കറിയാം ഇതുവരെ സംഭവിച്ചതൊന്നും നല്ലതായിരുന്നില്ല എന്ന്. ആഹാ, കൊള്ളാലോ. ദിവസങ്ങൾക്കുള്ളിൽ തിരിച്ചറിവ് വന്നോ? പുച്ഛം അല്പം പോലും കുറയ്ക്കാതെ അവന്റെ ചോദ്യമെത്തി. ഇതുവരെ എന്ത് നടന്നു അത് മറന്നിട്ട് നമുക്കൊരു ഫ്രഷ് സ്റ്റാർട്ട് എടുത്തുകൂടെ? പറ്റില്ല. രണ്ടാമതൊന്നും ചിന്തിക്കാതെ അവന്റെ മറുപടി പെട്ടെന്ന് എത്തിയിരുന്നു. പ്ലീസ് ശാന്തനു, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നിന്നെ കേൾക്കാൻ ഞാൻ ശരിക്കും ഒരുപാട് ആഗ്രഹിച്ചിരുന്നു സ്നേഹ. പക്ഷെ അന്നൊന്നും നീ എനിക്കായി നീക്കിവെക്കാൻ അല്പം പോലും സമയമുണ്ടായിരുന്നില്ല. അത് കേട്ടതും അവളുടെ തല താണു. പക്ഷെ ഇപ്പൊ എനിക്ക് നിന്നെ കേൾക്കണമെന്ന് തോന്നുന്നില്ല സ്നേഹ. എന്തോ എനിക്കിന്ന് നിന്നെ കേൾക്കാൻ സത്യമായിട്ടും ആഗ്രഹമില്ലാത്തത് കൊണ്ട് കൂടിയാണെന്ന് തോന്നുന്നു. അവളുടെ മുഖത്ത് നോക്കി അത്രയും പറയുമ്പോൾ ഒരിക്കലും അവന്റെ സ്വരം ഇടറുകയോ വാക്കുകൾ കൂട്ടിമുട്ടുകയോ ചെയ്തില്ല. ശാന്തനു, പ്ലീസ് സ്നേഹ, എനിക്കൊരു വാഗ്വാദത്തിന് വയ്യ. ഒരുപാട് സമയമെടുത്ത് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ ഞാൻ. ശാന്തനു, എനിക്കറിയാം എന്റെ വാക്കുകൾ ശാന്തനുവിനെ വല്ലാണ്ട് ദേഷ്യം പിടിപ്പിച്ചു എന്ന്. ബട്ട് ട്രസ്റ്റ് മീ, ആ നേരം ഞാൻ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. കുറെ ദിവസമായി കമ്പനി ക്രാക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഡീലിന്റെ ഫൈനൽ സ്റ്റേജിലായിരുന്നു ഞങ്ങൾ. കിട്ടുമോ ഇല്ലയോ എന്ന് ഒരു ഉറപ്പുമില്ലാത്തൊരു പ്രോജക്റ്റ്. അതിന്റെ ഹെഡായി MD നിയമിച്ചത് എന്നെയായിരുന്നു. ഒരുപക്ഷെ ഏതേലും വിധത്തിൽ ഈ പ്രോജക്റ്റ് സാങ്ഷൻ ആയാൽ അതെന്റെ കരിയർ ഗ്രാഫിന് നൽകുന്ന ഉയർച്ച എത്രത്തോളം വലുതായിരിക്കുമെന്ന് ശാന്തനുവിന് ഇമാജിൻ ചെയ്യാൻ പോലും സാധിക്കില്ല. ഒരുപക്ഷെ ബോർഡ് ഓഫ് മെമ്പേഴ്സിൽ പോലും എനിക്ക് സ്ഥാനം കിട്ടിയെന്ന് വരും. അതുകൊണ്ട് തന്നെ ഞാൻ രാവും പകലും ഒന്നാക്കിയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അറ്റ് എനി കോസ്റ്റ് എനിക്ക് ആ ഡീൽ വേണമായിരുന്നു ശാന്തനു. നിനക്കറിയോ, ശരിക്കും ഞാനൊന്ന് ഉറങ്ങിയിട്ട് ആഴ്ചകളായി. ആ പ്രഷറിൽ നിന്നെ ഓർക്കാനോ വിളിക്കാനോ ഒന്നും എനിക്ക് പറ്റിയില്ല, സമ്മതിക്കുന്നു. പക്ഷെ എന്റെ ജോലി ഇങ്ങനെയൊക്കെയാണെന്ന് നിനക്കും അറിയാവുന്ന കാര്യമല്ലേ? പിന്നെന്താ ഇപ്പോ? പല കാര്യങ്ങളും പ്രേമിക്കുമ്പോൾ പ്രശ്നമായി തോന്നുകയില്ലല്ലോ സ്നേഹ. പക്ഷെ ലൈഫിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ഒരു മുട്ടുസൂചി പോലും ജീവിതത്തിന്റെ ദിശ മാറ്റിമറിക്കും. അങ്ങനെയുള്ളപ്പോൾ ശാന്തനു ഇത് എന്തൊക്കെയാണ് പറയുന്നത്? വളരെ സിമ്പിളായ ഒരു കാര്യം. പക്ഷെ എനിക്കിത് മനസ്സിലായത് ഈ അടുത്താ. എന്താണെന്നറിയോ തനിക്ക്? സ്നേഹ കാര്യം മനസ്സിലാകാത്ത പോലെ അവനെ ഒന്ന് നോക്കി. അതെ, മാസം 5 ശമ്പളം വാങ്ങുന്ന വെറും ഒരു ലെക്ചറാടോ ഞാൻ. എനിക്ക് നിന്നെ പോലെ മണിക്കൂറിന് ലക്ഷങ്ങൾ വാങ്ങുന്ന ഒരു പെണ്ണിനെ നേരാവണ്ണം ഒരു ഷോപ്പിങ്ങിന് പോലും കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ വരുമ്പോൾ മുന്നോട്ടുള്ള ലൈഫിനെ അത് എത്രമാത്രം നെഗറ്റീവായി ബാധിക്കുമെന്ന് നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അല്ലേ? ബാധിക്കില്ലേ? കടപ്പല്ലിൽ താഴത്തെ ചുണ്ടിന്റെ സൈഡൊന്ന് കടിച്ചു പിടിച്ചവൻ പുച്ഛിച്ചു. സ്നേഹ ഒരു നിമിഷം അവന്റെ വരികൾക്കിടയിലൂടെ ഒന്ന് ഓടിപ്പോയി. താൻ ദേഷ്യപ്പെട്ടപ്പോൾ പറഞ്ഞത് മാത്രമാണ് അവനിപ്പോ തിരിച്ച് തന്നിൽ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ തോൽവി സമ്മതിക്കും പോലെ അവള് കുനിഞ്ഞിരുന്നു. തിരിഞ്ഞു നോക്കാതെ തന്നെ അവളിലെ അപ്പോഴത്തെ ഭാവം അവൻ ഊഹിക്കാവുന്നതേയുള്ളായിരുന്നു. എന്തോ അത് ഉള്ളിൽ ഉറങ്ങിക്കിടന്ന മുറിവേറ്റ് കിടന്നിരുന്ന അവന്റെ അഹംഭാവത്തിന് നൽകിയ സാന്ത്വനം ചില്ലറയൊന്നുമായിരുന്നില്ല. അന്ന് താൻ MDക്കൊപ്പം പുറത്ത് കഴിക്കാൻ പോയി തന്നെ പ്രോജക്ട് ഡിസ്കഷന്റെ ഭാഗമായിട്ടായിരുന്നു. ഓഫീസിലെ പലവിധ തിരക്കുകൾക്കിടയിൽ മിസ്റ്റർ ലിബ്രയ്ക്ക് അല്പ റിലാക്സേഷൻ എന്ന രീതിയിലാണ് ലഞ്ച് എന്ന പ്ലാൻ അദ്ദേഹം പറഞ്ഞത്. ഒപ്പം അതുവരെയുള്ള പ്രോജക്ട് പ്രോഗ്രസ് അറിയിക്കണമെന്ന് പറഞ്ഞപ്പോൾ പിന്നീടൊന്നും ആലോചിച്ചില്ല. ഇതിനിടയിൽ പേഴ്സണൽ ഫോൺ ബെല്ലടിക്കുന്നതോ അതിലേക്ക് വന്നുകൊണ്ടിരുന്ന മെസ്സേജസോ ഒന്നും താൻ ശ്രദ്ധിച്ചില്ലെന്ന് പറയുന്നതാകും സത്യം. കാരണം മറ്റെല്ലാത്തിനും മുകളിലായി തനിക്ക് തന്റെ ജോലിയും കിട്ടാൻ പോകുന്ന പ്രമോഷനും ഗുഡ്വില്ലും ഒക്കെയായിരുന്നു ഇമ്പോർട്ടന്റ്. അവിടെ ഒരുപക്ഷെ എനിക്ക് ശാന്തനുവിനെ എക്സിസ്റ്റ് ചെയ്തിരുന്നില്ല.
അങ്ങനെ ലിബ്രയോട് പ്രോജക്റ്റിനെ പറ്റി ഡിസ്കസ് ചെയ്തിരുന്നപ്പോഴാണ് ഓഫീസ് മൊബൈലിൽ ശാന്തനുവിന്റെ കോൾ വരുന്നത്. നമ്പർ മാത്രമായി വന്നപ്പോൾ കട്ട് ചെയ്തെങ്കിലും അടുപ്പിച്ചു വരുന്ന കോളുകളുടെ എണ്ണം കൂടിയപ്പോൾ സർ മുഷിയാൻ തുടങ്ങി. അത് കണ്ടുകൊണ്ടാണ് കോൾ അറ്റൻഡ് ചെയ്തത്. ശാന്തനുവാണ് എന്ന് മനസ്സിലായതും തിരക്കാണെന്ന് പറഞ്ഞ് കട്ട് ചെയ്തു. അതൊരു പക്ഷേ ശാന്തനുവിന്റെ ദേഷ്യത്തിന്റെ ആക്കം കൂട്ടിയിരിക്കാം. അതാകുമല്ലോ പിന്നെയും അവൻ നിർത്താതെ വിളിച്ചത്. അത് കണ്ടതും സാർ ഫുഡ് മതിയാക്കി എഴുന്നേറ്റ് പോയി. പുറകെ ചെന്ന് അപ്പോളജൈസ് ചെയ്ത് കാര്യം നോർമലാക്കാൻ നോക്കിയപ്പോഴേക്കും പിന്നെയും ഫോൺ കിടന്ന് അടിക്കാൻ തുടങ്ങി. ധൃതിയിൽ കട്ട് ചെയ്യാൻ പോയതും കോൾ അറ്റൻഡ് ആയിപ്പോയി. അപ്പോഴേക്കും ശാന്തനു തുടങ്ങിയിരുന്നു. ഒരു മഴ പെയ്തു തീർന്ന പോലെ ഒടുവിൽ കട്ടുമായി. തല ഉയർത്തി മുന്നിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് MDയുടെ വണ്ടി പുറത്തേക്ക് പോകുന്നതാണ്. അത് നോക്കി കുറച്ചു നേരം ലോബിയിൽ തന്നെ ഇരുന്നു. ഒറ്റ നിമിഷം കൊണ്ട് ലോകം മുഴുവൻ തന്നിലേക്ക് മാത്രം ചുരുങ്ങിയ പോലെ തോന്നി. ആ നേരം വരെ കണ്ട സ്വപ്നങ്ങളൊക്കെയും ഭൂമിയിലേക്ക് ചിന്നിച്ചിതറി വീഴുന്നു തോന്നിയതും ഒക്കത്തിനും കാരണക്കാരായ ശാന്തനോട് അടക്കാൻ സാധിക്കാത്ത ദേഷ്യം പുറത്തേക്ക് വന്നു. ഫോൺ എടുത്ത് തിരികെ വിളിച്ചു. പിന്നെ ശാന്തനോട് എന്തൊക്കെയോ പറഞ്ഞത് ദൈവത്തിന് മാത്രമേ അറിയൂ. ആ നേരം വരെ ഉണ്ടായിരുന്ന ഫ്രസ്ട്രേഷൻ മുഴുവനും വാക്കുകളിലൂടെ തീർത്തു. ഇറിറ്റേറ്റഡ് ആയ മനസ്സുമായാണ് തിരിച്ച് ഓഫീസിലേക്ക് വരുന്നത്. പക്ഷെ തന്നെ അമ്പരപ്പിച്ചുകൊണ്ട് ലിബ്ര തന്നോട് സ്നേഹത്തോടെ പെരുമാറി. പ്രോജക്ട് ഡിസ്കഷൻ നടത്തി. ഫൈനലൈസ് ആയി, അപ്രൂവലായി. പിറ്റേന്ന് തന്നെ അത് UK ബേസ്ഡ് കമ്പനിക്ക് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. നീണ്ട മണിക്കൂറുകളുടെ കാതലുകൾക്കൊടുവിൽ പ്രോജക്റ്റ് ഞങ്ങൾക്ക് തന്നെ കിട്ടി. പിന്നെ അങ്ങോട്ടൊരു ആഘോഷം തുടങ്ങുകയായിരുന്നു. തന്റെ പ്രൊമോഷൻ അപ്രൂവ്ഡായി. കമ്പനി തന്നെയും ഷെയർ ഹോൾഡർ ആക്കി. കൂടാതെ UK കമ്പനിയെ റെപ്രസെന്റ് ചെയ്തു പോകുന്ന എംപ്ലോയി താൻ മതിയെന്ന തീരുമാനം വരെയായി. ഇത്രയും നാളത്തെ തന്റെ കഷ്ടപ്പാടിന്റെ ഫലം. സന്തോഷം കൊണ്ട് മരിച്ചു പോകുമെന്ന് പോലും തോന്നിയ നിമിഷം. ഇത്രയും ബില്യൺ കോടിയുടെ ലാഭം ഉണ്ടാക്കുന്ന പ്രോജക്റ്റിന്റെ സക്സസ് പാർട്ടിയും അതുപോലെ തന്നെ വലുതായിരുന്നു. കൊളീഗ്സ് എല്ലാവരും പാർട്ട്ണറിനൊപ്പം വന്നപ്പോൾ ആദ്യമായി ഒറ്റപ്പെട്ട പോലെ തോന്നി. ശാന്തനു തന്റെ ലൈഫിൽ എന്തായിരുന്നു എന്ന് അന്ന് ആദ്യമായി മനസ്സിലായി. അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞു പോയതൊക്കെ അബദ്ധമായിരുന്നു എന്ന് മനസ്സ് കുറ്റപ്പെടുത്താൻ തുടങ്ങി. അതുവരെ തനിക്കൊപ്പം നിന്ന ഈഗോ പോലും പയ്യെ പയ്യെ നഷ്ടമാകാൻ തുടങ്ങിയെന്ന് തോന്നപ്പോഴാണ് രണ്ടും കൽപ്പിച്ച് ശാന്തനുവിനെ വിളിച്ചത്. നോർമലി ഒരു 10-20 കോൾസ് അറ്റൻഡ് ചെയ്തില്ലെങ്കിലും പിന്നീട് തന്നെ കേൾക്കാൻ ആൾ എപ്പോഴും തയ്യാറാകുമായിരുന്നു. സാധാരണ അല്പം ഇമോഷൻസ് മിക്സ് ചെയ്ത് ആ സിറ്റുവേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്താൽ ആള് അതുവരെ നടന്നതൊക്കെ പോട്ടെ എന്ന് പറഞ്ഞ് തന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ആ ഒരു ഓവർ കോൺഫിഡൻസിലാണ് ബ്രേക്കപ്പ് എന്ന് കേട്ടിട്ടും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ പ്രോജക്റ്റിന് പിറകെ തന്നെ പോയത്. പക്ഷെ ഒക്കെയും കൈവിട്ടു പോയി എന്ന് മനസ്സിലായത് ഇന്നലെയാണ്. 1000 കോൾ ചെയ്തിട്ടും ഇന്നലെ വൈകിട്ടാണ് തന്റെ കോൾ അവനൊന്ന് എടുത്തത്. ഒരു ഹലോ പോലും പറയാൻ സമയം തരാതെ ഇനിയും കോൾ ചെയ്ത് ബുദ്ധിമുട്ടിച്ചാൽ ആള് നമ്പർ തന്നെ മാറ്റുമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തപ്പോൾ മനസ്സിലായി ഇത് ശരിക്കും വിഷയമായിന്ന്. ഈ തവണ ഒന്നിന്റെ പേരിലും അവൻ തന്നോട് ക്ഷമിക്കില്ലെന്ന് തോന്നിയതുകൊണ്ടാണ് ഓഫീസിൽ വിളിച്ച് ലീവ് പറഞ്ഞിട്ട് രാത്രി ഫ്ലൈറ്റിന് ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഇവിടെ വന്നിട്ടും സ്നേഹിയൊന്ന് ദീർഘശ്വാസം എടുത്തു. ലോണിൽ ഒറ്റയ്ക്കിരിക്കാൻ തുടങ്ങിയിട്ട് നേരം ഒരുപാടായി. മുൻപേ തന്നോട് അത്രയും പറഞ്ഞിട്ട് കയറിപ്പോയതാണ് ശാന്തനു. ഇതുവരെ താൻ എന്തെന്ന് നോക്കാൻ പോലും പുറത്തേക്ക് വന്നിട്ടില്ല. ശാന്തനുവിന്റെ ഫാമിലിക്ക് പിന്നെ തന്നെ പണ്ടേ വലിയ ബോധ്യമില്ല. പുറത്തങ്ങനെ ഒറ്റയ്ക്കുള്ള ഇരിപ്പിൽ സ്നേഹിക്ക് വല്ലാതെ നാണക്കേട് തോന്നി തുടങ്ങി. ശാന്തനുവിന് വേണ്ടിയല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്, എന്നിട്ടും തന്നോട് ഇങ്ങനെ ചെയ്യാൻ അവൻ എങ്ങനെ തോന്നി? നാണക്കേട് ദേഷ്യത്തിലേക്ക് വഴിമാറാൻ അധിക നേരമൊന്നും വേണ്ടി വന്നില്ല. ഇനിയും ഇങ്ങനെ പട്ടിയെ പോലെ കാവലിരിക്കാൻ വയ്യെന്നുള്ള തോന്നലിൽ സ്നേഹി എഴുന്നേൽക്കാൻ പോയതും തന്റെ അടുത്തേക്ക് വരുന്ന മിത്തുവിനെ കണ്ടു. സ്നേഹിയെ സതിയമ്മ വിളിക്കുന്നുണ്ട്. എന്നെയോ? കേട്ടത് വിശ്വസിക്കാൻ പറ്റാതെ അവൾ ഒരിക്കൽ കൂടി ചോദിച്ചു. അതെ, വായു. മിത്തു ചിരിയോടെ അവളോട് അത്രയും പറഞ്ഞിട്ട് സൈഡിലിരുന്ന് ബാഗ് എടുക്കാൻ തുടങ്ങി. ഏയ്, ഇറ്റ്സ് ഓക്കേടോ, ഇതൊക്കെ ഞാൻ എടുത്തോളാം. അതൊന്നും കുഴപ്പമില്ല പറഞ്ഞുകൊണ്ട് മിത്തു ചെറിയ ബാഗുമെടുത്ത് മുന്നേ നടന്നു. ശ്രീകുട്ടിക്കൊപ്പം സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ശ്രീ കാണുന്നത് ഹാളിലേക്ക് അപ്പോഴേക്കും കയറി വരുന്ന സ്നേഹയായിരുന്നു. മുറിക്കുള്ളിലെത്തി കുറച്ചു നേരം കഴിഞ്ഞിട്ടും ആരും ഒന്നും മിണ്ടിയില്ല. എന്തോ ഒരു ബുദ്ധിമുട്ട്. അവസാനം മായയാണ് സംസാരത്തിന് തുടക്കം കുറിച്ചത്. ചായ എടുക്കട്ടെ? വേണ്ട മായ, ആഹാരം എടുക്കാം. സ്നേഹ കഴിച്ചില്ലല്ലോ അല്ലേ? ഹോസ്പിറ്റലിൽ വെച്ച് ഒരു തവണ സംസാരിച്ചതിന് ശേഷം പിന്നെ ഇന്നാണ് സതിയമ്മ തന്നോട് സംസാരിക്കുന്നത്. ആ ഒരു ഞെട്ടലിൽ ഇമ്മിണി സമയം പോയിന്നൊഴിച്ചാൽ തലയാടലും ശരിവെപ്പും പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. ഇപ്പൊ തന്നെ നേരം ഒരുപാടായി, കഴിച്ചിട്ടിരിക്കാം.
തൽക്കാലം അതാണ് നല്ലതെന്ന് തോന്നി. പെട്ടെന്ന് എല്ലാവരും അത് സമ്മതിച്ചു കൊടുത്തു. ഡൈനിങ് ടേബിളിൽ നിന്ന് പതിവില്ലാത്തൊരു നിശബ്ദത തളം കെട്ടി. എല്ലാവരും പേരിന് മാത്രം എന്തൊക്കെയോ കഴിച്ചുവെന്ന് വരുത്തി എഴുന്നേറ്റു. ഇതിനിടയ്ക്ക് വീട്ടിലേക്ക് പോകാൻ തുടങ്ങിയ മിഥുനെ ശ്രീകുട്ടി ബലമായി തന്നെ പിടിച്ചു നിർത്തി. പക്ഷേ അവൾ അവർക്കൊപ്പം കഴിക്കാനിരുന്നില്ല. പകരം ആഹാരം എടുത്തു കൊടുക്കാനായി നിന്നു. ദോശയും ഇഡലിയും ചോദിച്ചു വിളമ്പുന്നവൾ ശ്രീക്ക് വിളമ്പാൻ തുടങ്ങിയപ്പോൾ മാത്രം ദോശ വിളമ്പിപ്പോയി. ദേഷ്യത്തോടെ ഒരു നോട്ടം ശ്രീയിൽ നിന്ന് വന്നെങ്കിലും അവൾ അത് കണ്ടില്ലെന്ന് പോലും തോന്നി. പക്ഷെ അവരിൽ രണ്ടുപേരും മാത്രം ശ്രദ്ധിച്ചിരുന്ന ശ്രീകുട്ടിക്കത് ശരിക്കും ഇഷ്ടമായി. പുറകെ ദോശയ്ക്ക് ചമ്മന്തി കൂടി വിളമ്പിയതും പൂർത്തിയായി. ശ്രീക്ക് ദോശയും ചമ്മന്തിയും അല്പം പോലും ഇഷ്ടമല്ലെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഈ ദോശ ഉണ്ടാക്കുന്നതിന്റെ ഒപ്പം ഇഡലിയും സാമ്പാറും പരിപാടി. അതോടെ കണ്ടതും ശ്രീകുട്ടി അറിയാതെ ചിരിച്ചുപോയി. അത്രയും പിരിമുറുക്കം അനുഭവിച്ചുകൊണ്ടിരുന്ന നേരത്ത് അവളുടെ ആ പ്രവൃത്തി എല്ലാവർക്കും ശരിക്കും ദേഷ്യമാണ് ഉണ്ടാക്കിയത്. സരിതയുടെ നോട്ടത്തിനൊപ്പം മറ്റുള്ളവരുടെ നോട്ടം എത്തി നിൽക്കുന്നത് തന്നിലാണെന്ന് കണ്ടതും ശ്രീ പെട്ടെന്ന് നാവ് കടിച്ച് കുനിഞ്ഞിരുന്നു. പക്ഷെ അപ്പോഴും ചിരി അവളിൽ നിന്നും കൈമോശം വന്നിരുന്നില്ല. ശ്രീ ആ പാത്രം മിത്തുവിലേക്ക് മാറി മാറി നോക്കി ദേഷ്യം അടക്കി നിർത്താൻ പാടുപെടുകയായിരുന്നു. ഈ സമയമെല്ലാം സ്നേഹം വളരെ സമാധാനത്തിൽ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അവളുടെ ചുറ്റുമുള്ള എല്ലാവരുടെയും കണ്ണുകൾ കൃത്യമായി അവളിൽ തന്നെ വ്യാപൃതമായിരിക്കുന്നത് ആ നിമിഷം സതി മാത്രമേ കണ്ടിരുന്നുള്ളൂ. ആഹാരത്തിന് ശേഷം സന്തോഷമായും വീട്ടിലേക്ക് പോകാൻ തുടങ്ങിയെങ്കിലും സതിയും നീലനും അവരെ അവിടെ പിടിച്ചു നിർത്തി. ഒരു നോട്ടത്തിലൂടെ അനുവാദം വാങ്ങി മിത്തു വീട്ടിലേക്ക് പോയി. സ്നേഹ വന്ന് സോഫയിലേക്കിരുന്നു. ദൂരെ മാറിയുന്ന സ്ത്രീയെ സതി അവൾക്കടുത്തേക്കിരിക്കാൻ വിളിച്ചെങ്കിലും അവൻ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കസേരയിലേക്ക് അവളെ നോക്കാതെയാണ് വന്നിരുന്നത്. സതിയും നീലനും മായയും സന്തോഷം അവർക്ക് മുന്നിലായിട്ടിരുന്നു. ശ്രീ, സ്നേഹ എന്താ ഇവിടെ? ശ്രീ, അത് അമ്മേ, ഞാനും സ്നേഹയും ഈ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ തീരുമാനിച്ചു. നോ, സ്നേഹ വെപ്രാളത്തോടെ പെട്ടെന്ന് കയറി പറഞ്ഞു. ശ്രീയുടെ മറുപടിയും സ്നേഹയുടെ നിലവിളി പോലത്തെ നിരാകരണവും ചുറ്റും നിന്നവരിൽ ഒരുപോലെ ആശയക്കുഴപ്പത്തിലാക്കി. മനസ്സിലായില്ല ശ്രീ. അത് ആന്റി ഞാൻ പറയാം. ശ്രീയെ പറയാൻ അനുവദിക്കാതെ സ്നേഹം അല്പം മുന്നിലേക്ക് കയറിയിരുന്ന് സതിയെ നോക്കി പറഞ്ഞു. ശ്രീയെ നോക്കിക്കൊണ്ട് തന്നെ സതി അവൾക്ക് അനുവാദം നൽകി. അത് ആന്റി, ഞാനും ശ്രീയൊന്ന് പിണങ്ങി. അതിന്റെ ദേഷ്യത്തിൽ ദിസ് ഈസ് എ സ്പോണ്ടേനിയസ് ഡിസിഷൻ. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിച്ചാൽ സോർട്ട് ചെയ്യാൻ പറ്റുന്ന പ്രശ്നമേ ഉള്ളൂ. ബട്ട് ശ്രീ എന്തോ അതിന് തയ്യാറാവുന്നില്ല. ആണോന്നുള്ള അർത്ഥത്തിൽ ശ്രീയിലേക്ക് എല്ലാവരുടെയും നോട്ടമെത്തി. എനിക്കൊന്നും സംസാരിക്കാനില്ലമ്മ. അവൻ വല്ലാത്തൊരു ഭാവത്തോടെ മുഖം വെട്ടിച്ചു. ശ്രീ, വന്നേ. ആദ്യം ഒന്ന് മടിച്ചെങ്കിലും പിന്നീട് അവൻ നീലനൊപ്പം പുറത്തേക്കിറങ്ങി. ഇരിക്ക് ശ്രീ. മുന്നിലെ കസേരയിലേക്ക് ചൂണ്ടി നീലനിരുന്നു. ചോദ്യങ്ങളൊന്നുമില്ലാതെ 1-2 നിമിഷം മെല്ലെ കടന്നുപോയി. ശ്രീ ഇതുവരെ നടന്ന കാര്യങ്ങളൊക്കെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നീലന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു. അപ്പോഴേക്കും സതിയും അവരെ ജോയിൻ ചെയ്തു. തന്നെ കേട്ടിട്ടും അച്ഛന്റെയും അമ്മയുടെയും ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് ഒരു പ്രതികരണം ഇല്ലാതിരുന്നത് ശ്രീക്ക് അല്പം ആശ്ചര്യം തന്നെ നൽകി. നിങ്ങൾ എന്താ ഇങ്ങനെ മിണ്ടാ നിൽക്കുന്നേ? ഇത്രയും കേട്ടിട്ടും ഒന്നും പറയാനില്ലേ? ഒരു വാക്കുപോലും അവരിൽ നിന്നും വരാതിരുന്നത് കണ്ട് ശ്രീ അറിയാതെ തന്നെ ചോദിച്ചുപോയി. ശ്രീ, സ്നേഹ നിന്റെ ചോയ്സ് ആയിരുന്നു, നിന്റെ മാത്രം. അങ്ങനെ അവളെ തിരഞ്ഞെടുക്കാൻ നിനക്ക് നിന്റേതായ ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? അതൊക്കെ എനിക്ക് അറിയാവുന്നതല്ലേ അമ്മേ. അതൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നത്? പറയണം ശ്രീ. കാരണം ഇത് നിന്റെ ലൈഫിന്റെ പ്രശ്നമാണ്. എടുത്തു ചാടിയൊന്നും ഒരു കാര്യവും തീരുമാനിക്കാൻ സാധിക്കില്ല. എന്ത് ചെയ്താലും അതിന്റെ ശരിയും തെറ്റുമൊക്കെ ആലോചിച്ച തീരുമാനങ്ങൾ എടുക്കാൻ പറ്റൂ ശ്രീ. അമ്മ, ഇവിടെ ഞാനല്ലേ ശരി? അതെ, കേട്ടിടത്തോളം ഇവിടെ നീയാണ് ശരി. പക്ഷേ എന്ത് പക്ഷേ അമ്മേ? സതിയെ കേൾക്കാനെന്ന പോലെ ശ്രീ മുന്നോട്ടാഞ്ഞിരുന്നു. നിനക്ക് മിഥുനെ ഇഷ്ടമാണോ? ദേവിയോ? വാട്ട്? അവൾ ഇതിൽ എവിടെ നിന്ന് വന്നു? ശ്രീയുടെ ദേഷ്യം കൊണ്ട് പെട്ടെന്ന് മുഖം ചുവന്നു. അതൊക്കെ പറയാം. പക്ഷെ നീ ഞാൻ ചോദിച്ചതിന് മറുപടി താ. നിനക്ക് മിഥുനെ ഇഷ്ടമാണോ? നോ, നോട്ട് അറ്റ് ഓൾ. എന്താ കാരണം? അതിപ്പോ ഒന്നല്ല, 1000 കാരണമുണ്ട് എനിക്ക്. ദേഷ്യത്തിൽ അങ്ങനെ പറയുമ്പോൾ കുറച്ചു മുന്നേ കഴിപ്പിച്ച ദോശയുടെ കണക്ക് വരെ ഉണ്ടായിരുന്നു അവന്റെ മനസ്സിൽ. ആവട്ടെ, അതിലെന്താ പ്രധാനപ്പെട്ടത്? അത് അത് പിന്നെ അവൾ ഒട്ടും ആക്റ്റീവ് അല്ല. എന്തെങ്കിലും ഒന്ന് പറയണ്ട, അതിനു മുന്നേ മോങ്ങാൻ തുടങ്ങും. ഒരുമാതിരി ഒട്ടും സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്തൊരു സാധനം.
ശ്രീയുടെ സ്വരത്തിൽ വല്ലാത്തൊരു അനിഷ്ടം നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അതിന്റെ അർത്ഥം നിന്റെ മനസ്സിലെ പെൺകുട്ടി, ഐ മീൻ നിന്റെ ലൈഫ് പാർട്ണർ, കോൺഫിഡന്റ്, ഇൻഡിപെൻഡന്റ്, സെൽഫ് ഏബിൾ, അങ്ങനെ ഒരാളാവണമെന്നില്ലേ? ഉം അങ്ങനെ ഒരാളല്ലേടാ സ്നേഹ. ശ്രീ ഒന്ന് ഞെട്ടി സതിയെ നോക്കി. നീ എന്താ ഇങ്ങനെ നോക്കുന്നത് ശ്രീ? ഞാൻ കരുതി ഈ കല്യാണം മുടങ്ങിയെന്നറിയുമ്പോൾ അമ്മ സന്തോഷിക്കുമെന്ന്. പക്ഷേ ഇവിടെ ഇപ്പോ അമ്മ അവളെ സപ്പോർട്ട് ചെയ്യുവാണോ? ഇവിടെ സപ്പോർട്ടും ദേഷ്യവും ഒന്നുമല്ല കാരണം. നീയാണ്, നിന്റെ ഇഷ്ടങ്ങളാണ്, മുന്നോട്ടുള്ള നിന്റെ ഭാവിയാണ്. അവൻ പറയുന്നതൊക്കെ ശരിയാണ്. പക്ഷെ അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഞങ്ങൾ തമ്മിലുള്ള റിലേഷനിൽ വന്നാൽ അത് വർക്കൗട്ട് ആവുമെന്ന്? അതിപ്പോ ഏത് ബന്ധത്തിലാ ശ്രീ 100% ഗ്യാരണ്ടി ഉള്ളത്? നമ്മൾ നമ്മുടെ ഫുള്ളും കൊടുക്കുക, ബാക്കി ജീവൻ തരുന്ന എന്തായാലും നമ്മുടെ വിധി. പക്ഷെ അമ്മേ, ഞാൻ സ്നേഹയുടെ കാര്യത്തിൽ ഒട്ടും കോൺഫിഡന്റ് അല്ല. ശ്രീ തൂക്കത്തിലാടുന്ന കുഞ്ഞിനെ പോലെ പല മനസ്സുമായി അവൾക്ക് മുന്നിൽ തലകുനിച്ചിരുന്നു. ശ്രീ മോനെ, സതി എന്തോ അവന്റെ അടുക്കൽ പറയാൻ ചെന്നതും നീലൻ അവരെ വിലക്കി. പിന്നീട് അദ്ദേഹം സംസാരിക്കാം എന്ന് കാണിച്ചുകൊണ്ട് അവൻ അരികിലേക്ക് പോയിരുന്നു. ശ്രീ. ആ അച്ഛാ. ശ്രീ, നീ ആ കുട്ടിയെ കല്യാണം കഴിക്കണമെന്ന് ഇവിടെ ആർക്കും ഒരു നിർബന്ധമില്ല. പക്ഷേ ആ കുട്ടി ഇന്നലെ വരെ നിന്റെ ഇഷ്ടമായിരുന്നു, നിന്റെ ചോയ്സ്. അങ്ങനെ ഒരാളുമായി ബ്രേക്കപ്പ് ചെയ്യുമ്പോൾ നീ ആ തീരുമാനത്തിൽ കോൺഫിഡന്റ് ആയിരിക്കണം. അതുകൊണ്ട് ഞങ്ങളുടെ അഭിപ്രായത്തിൽ ടോക്ക് ടു ഹെർ, എന്നിട്ട് ഡിഫറൻസ് പറഞ്ഞ് തീർക്കാൻ പറ്റുമോ നോക്ക്. അഥവാ പറ്റിയില്ലെങ്കിൽ നല്ലൊരു നോട്ടിൽ നിങ്ങൾ ഗുഡ് ബൈ പറ. അല്ലാതെ ഇങ്ങനെ മുഷിഞ്ഞും പരാതിയൊന്നും ആയിട്ട് ഒന്നും വേണ്ട. ഒരിക്കൽ അവൾ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നില്ലേ? റെസ്പെക്ട് ദാറ്റ് ഫീലിംഗ് മാൻ. അദ്ദേഹം അവന്റെ തോളിലും തട്ടി മെല്ലെ എഴുന്നേറ്റു. ശ്രീ അച്ഛനും അമ്മയും പറയുന്നതാലോചിച്ച് കുറച്ചു നേരം അവിടെ ഇരുന്നു. പിന്നെ എന്തൊക്കെയോ തീരുമാനങ്ങളുമായി അകത്തേക്ക് കയറിപ്പോയി. കഥ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരിത്തിരി പതിയെ അത് ട്രാക്കിലേക്ക് കയറത്തുള്ളൂ. എന്തായാലും കഥ നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകുമെന്നുള്ള ഉറപ്പുണ്ട്. അപ്പോൾ എല്ലാവരും ഒപ്പം തന്നെ ഉണ്ടാവണേ. അതുപോലെ വായിച്ചു ഒപ്പം എത്തിയവർ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. നന്ദി.